ഹായ് ഓൾ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന കറീൻ്റെ പേരാണ് പുളിങ്കറി. എല്ലാവർക്കും ഒന്നും ഇത് കേട്ട് പരിചയം ഉണ്ടാവണമെന്നില്ല. ഇത് മലബാർ ഏരിയയിലൊക്കെ ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ചും കണ്ണൂർ സൈഡിൽ. അപ്പോൾ ഇതിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കിയ പരിപ്പ് എടുത്തിട്ട് ഒരു കുക്കറിൻ്റെ അകത്തേക്ക് ഇടുക. ഇവിടെ ഞാൻ ചുവന്ന പരിപ്പാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കുക. ഇനി നമുക്കിതിലേക്കുള്ള കഷ്ണങ്ങൾ നോക്കാം. ഒരു ചെറിയ വെള്ളരിക്ക അരിഞ്ഞു വെച്ചത്, ഒരു 3 തക്കാളി, 2 പച്ചമുളക്, ഇത്രയാണ് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ എടുക്കുന്നത്. ഇതെല്ലാം കൂടി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് നമ്മൾ കുക്കറിൻ്റെ അകത്തേക്ക് ഇടുക. അതിനുശേഷം നമുക്കിതിൽ വേണ്ട മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ ഉപ്പ്, ഇത്രയും സാധനങ്ങളും കൂടി എടുത്തിട്ട് നമ്മൾ ഈ കുക്കറിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി റെഡിയാക്കി നോക്കുക. അതിനുശേഷം കുറച്ച് പുളി എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് പുളിവെള്ളം ആക്കിയിട്ട് ഒഴിക്കുക. അതും കൂടി കഴിയുമ്പോൾ നമുക്ക് കുക്കർ അടച്ച് വെക്കാം. ഇനി ഒരു 2 വിസിൽ ആവണം. അപ്പോഴത്തേക്ക് ഏകദേശം ഇത് വെന്ത് കിട്ടും. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ അരപ്പ് നോക്കാം. ഒരു മുറി തേങ്ങയാണ് ഇതിലേക്ക് എടുക്കുന്നത്. ഒരു മുറി തേങ്ങയും പിന്നെ കുറച്ച് ജീരകവും കൂടി എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കണം. ഇങ്ങനെ തീരെ കഷ്ണങ്ങളൊന്നും പാടില്ല, നല്ല ഫൈനായിട്ട് അരച്ചത് ആക്കി വെക്കുക. അതിന് ശേഷം നമ്മൾ 2 വിസിലായി കഴിയുമ്പോൾ കുക്കർ തുറക്കുക. നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇളക്കി നോക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. എന്ത് വേണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങ എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. ഇത് ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കുക. ആ സമയത്ത് തേങ്ങ ചേർക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങയൊക്കെ ചേർത്തിട്ട് ഇളക്കി നോക്കും. വെള്ളം കുറവുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. തേങ്ങയും കൂടി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി ഇത് വേവിക്കാൻ വെക്കുക. അപ്പോഴത്തേക്കും തേങ്ങയും കൂടി വെന്തിട്ടുണ്ടാകും. ആ സമയത്ത് നമുക്ക് ഇനി വറുത്തിടാനുള്ള കാര്യങ്ങൾ നോക്കാം. ഒരു വറുത്തിടാനുള്ള പാൻ എടുക്കുക. ഞാനൊരു അപ്പച്ചട്ടിയാണ് വറുത്തിടാൻ പൊതുവെ യൂസ് ചെയ്യാറ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് വെളിച്ചെണ്ണ കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പം അതിൻ്റെ അകത്തേക്ക് കുറച്ച് കരിവേപ്പില ഇടുക. 2 തണ്ട് കരിവേപ്പില ഇടുക. കുറച്ച് ഉലുവയും കൂടി ഇടുക. ഇതെല്ലാം കൂടി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ കറീൻ്റെ അകത്തേക്ക് ഇടുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഒരു നൊസ്റ്റാൾജിക് തോന്നുന്നൊരു കറിയാണ്. താങ്ക് യു.